ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇക്വഡോറിലാണുള്ളത്. നമ്മൾ ഇന്ന് ഇക്വഡോറിൻ്റെ ക്യാപിറ്റലായ കീറ്റോ എന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഏകദേശം 250 കിലോമീറ്ററാണ് ഉള്ളത്. 5 മണിക്കൂറാണ് കാണിക്കുന്നത്. വലിയ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ലെന്ന് തോന്നുന്നു. നല്ല വ്യൂ ആണെന്ന് തോന്നുന്നു പോകുന്ന വഴിക്ക്. ഞാൻ ഗൂഗിളിൽ ഇങ്ങനെ നോക്കിയപ്പോൾ മലകളുടെ സൈഡിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നല്ല കാഴ്ചകളായിരിക്കുമെന്ന് വിചാരിക്കുന്നത്. ഇവിടുത്തെയും പാനമയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് US$ ഇവിടെ ഉപയോഗിക്കുന്നത് കറൻസി. രാവിലെ ചെറിയ മഴയുണ്ട്, മഴച്ചാറ്റലുണ്ട്. വലിയ മഴയില്ലെന്നാണ് കാണിക്കുന്നത് മാപ്പിൽ. അപ്പോൾ സമയം ഏകദേശം 10:30 റോഡിലും തിരക്കും കാര്യങ്ങളൊന്നുമില്ല. നല്ല സുഖമായിട്ട് ഈസിയായിട്ട് ഡ്രൈവ് ചെയ്ത് പോവാം. നമ്മളങ്ങനെ ഇക്വഡോറിലെ ആദ്യത്തെ ടോൾ ബൂത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ എത്രയാണെന്ന് അറിയില്ല. ഇവിടെ $1 ആയിരുന്നു ടോള്. പിന്നെ വലിയ കുഴപ്പമില്ല, വലിയ റേറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ. ഇക്വഡോറിൽ ആദ്യത്തെ ഗ്യാസ് ഫില്ലിംഗ് ആണ്. ഇവിടെ ഗ്യാലനിലാണ്. $2.89 ആണ് ഒരു ഗ്യാലന്. നമ്മൾ വരുന്ന വഴിക്ക് കോച്ചോറാസ്കി എന്ന് പറഞ്ഞിട്ട് ഒരു പിരമിഡിൻ്റെ സൈറ്റ് കണ്ട്. ഇവിടെ ക്യാമ്പിംഗ് ഒക്കെ ഉണ്ട്. ക്യാമ്പിംഗ് ചെയ്യുന്നില്ല, പിരമിഡ് കണ്ടിട്ട് നമുക്ക് തിരിച്ച് ഹോട്ടലിൽ പോയി സ്റ്റേ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെയാണ് അതിൻ്റെ ഓഫീസ്. $3 ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിരമിഡ് കയറി കാണാം. ക്യാമ്പിങ്ങും $3 ഉള്ളൂ. നമുക്ക് പക്ഷേ ടെൻറ്റ് വേണം. എൻ്റെ കയ്യിൽ ടെൻ്റ് ഇല്ല. കാറിൽ സ്ലീപ്പ് ചെയ്യാൻ പറ്റില്ല. ഒരു കുടിൽ പോലെ സംഭവമുണ്ട്. പഴയ ടൈപ്പ്, ഇവിടുത്തെ ട്രഡീഷണൽ ടൈപ്പ് വീടാണെന്ന് തോന്നുന്നു. കൊള്ളാം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫാണ്. അവരും നമ്മളിവിടെ കാണിക്കാനായിട്ടും പറഞ്ഞു തരാനൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ലാമയൊക്കെ ഉണ്ട്. ഇത് ഒരു പിരമിഡാണ്. കണ്ടിട്ടൊന്നും മനസ്സിലാവില്ല, കുറേ മണ്ണ് കൂട്ടിയിട്ട പോലെ ഉള്ളൂ. പൊളിഞ്ഞു പോയതായിരിക്കണമെന്ന് വിചാരിക്കുന്നു. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. ഇതാണ് രണ്ടാമത്തെ പിരമിഡ്. നമ്മൾ മുമ്പൊന്നും കണ്ട പോലത്തെ പിരമിഡല്ല. കല്ലൊന്നും കൊണ്ടുണ്ടാക്കിയല്ലെന്ന് തോന്നുന്നു. മണ്ണ് മാത്രം വെച്ച് പണി ചെയ്യാൻ തോന്നുന്നു. ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പുല്ലൊക്കെ വെട്ടി കാടുകളെല്ലാം മാറ്റി നല്ല ക്ലീനാണ്. ഇവിടെ അധികം ആൾക്കാരൊന്നും വരുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇവിടെ സ്റ്റേയുടെ ബുക്കിംഗ് ഒക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഇന്ന് ആരുമില്ല, വീക്കെൻഡ്സിലാണ് കൂടുതൽ ആൾക്കാരും വരുന്നതെന്നാണ്. ഇത് മൊത്തം മണ്ണുകൊണ്ടുണ്ടാക്കിയ പിരമിഡായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ബാക്കിയുള്ള പിരമിഡെല്ലാം പൊളിഞ്ഞു പോയത്. ഇത് ഇവിടെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്, റൂഫൊക്കെ വെച്ച്. അതുകൊണ്ട് നമുക്കിത് കണ്ട പിരമിഡാണെന്നൊക്കെ തോന്നും. ഇവിടെ ആയിരുന്നു ഇവരുടെ കിച്ചണും പിന്നെ പാർട്ടി ഹോളും ഇതായിരുന്നാണ് പറയുന്നത്. ഇവിടെ കിങ്ങിനും ആ ലെവലിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ പണ്ട്. ബാക്കിയുള്ളവരൊക്കെ താഴെ നിൽക്കുമായിരുന്നാണ് പറയുന്നത്.